പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ദൈവ ഇഷ്ടം മാത്രം ജീവിതത്തിൽ നടന്ന് കർത്താവ് ഒരുക്കുന്ന നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തുമാറാകട്ടെ. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം നമ്മൾ മസ്റ്റായി ബൈഹാർട്ട് ചെയ്യേണ്ടുന്ന വചനമാണ്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. അതിൻ്റെ തൊട്ടു മുമ്പുള്ള വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ലോക ജീവിതം അത് വളരെ ചുരുങ്ങിയ കാലയളവാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഏറെ ചിന്തിക്കേണ്ടത് നമുക്കായി കർത്താവ് ഒരുക്കുന്ന നിത്യതയാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവർക്ക് നല്ല ആഹാരവും വസ്ത്രവും വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് വളർത്തുമല്ലേ? അവരെ ശിക്ഷിച്ചും അടിച്ചും ഒക്കെയാണ് വളർത്തുന്നത്, ഡിസിപ്ലിൻ ചെയ്ത്. ആവോളം മാതാപിതാക്കൾക്ക് കഴിയുന്നിടത്തോളം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉദ്ദേശം എന്താ? അവരുടെ ഭാവി, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി സെക്യൂർ ആകണം, അല്ലേ? അതിനല്ലേ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ ലോക ജീവിതം കർത്താവ് നമുക്ക് തരുന്ന ഒരു പാഠശാലയാണ്. നമ്മളുടെ നിത്യതയെ ഉറപ്പിക്കേണ്ടതിന് നമുക്ക് നൽകുന്ന ഒരു കാലയളവാണ് ഈ ലോകത്തിലായിരിക്കുന്ന കാലയളവ്. കർത്താവ് നമുക്ക് ഫ്രീ വിൽ തന്നിട്ടുണ്ട്, ഫ്രീ ചോയ്സ് തന്നിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നിത്യത വേണോ വേണ്ടായോ അത് നമ്മളുടെ ഇഷ്ടമാണ്. നാം ജീവിക്കുന്നത് പ്രകാരം ഇരിക്കും നമ്മളുടെ നിത്യതയും. ഈ ദിവസങ്ങളിൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവിടുന്ന് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് പ്രകാരം വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് ക്രിസ്തുവിനെ ധരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിതത്തിൽ വേർപാടും വിശുദ്ധിയും കാത്തു പരിപാലിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ചേർക്കുവാനാണ് പ്രാണപ്രിയൻ വാനവിരവിൽ വരുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി സൂക്ഷിപ്പാൻ നമുക്കൊക്കെ എളുപ്പമാണ്. എന്നാൽ വേർപെടേണ്ട പാപ സ്വഭാവങ്ങളോട് വേർപെടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലതും ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ഞാൻ വിശുദ്ധയാ എന്ന് നമുക്ക് വാദിക്കുവാൻ സാധിക്കും. പല പാപ സ്വഭാവങ്ങളോടും ഗുഡ് ബൈ പറയുവാൻ സാധിക്കാതെ അതിൽ തന്നെ വസിക്കുന്നത് എങ്ങനെ നമുക്ക് കഴിയും? അതിനോട് ഗുഡ് ബൈ പറയാതെ എങ്ങനെ നിത്യതയെ അവകാശമാക്കുവാൻ കഴിയും? ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം സംഭവിക്കണം. നോക്കിക്കേ, അവിടെ ഈ ലോകവുമായി കൺഫോംഡ് ആകുവാനല്ല കർത്താവ് പറയുന്നത്. പകരം നാം ട്രാൻസ്ഫോംഡ് ആകണം. നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിക്കണം. വിട പറയേണ്ടതോട് വിട പറയണം. ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട മാന്യതകൾ, മര്യാദകൾ നാം സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഒന്നും അനുവദിക്കരുത്. ആ മനസാക്ഷി നിങ്ങളെ വിലക്കുന്നുവെങ്കിൽ വീണ്ടും പാപത്തിൽ തുടരല്ലേ. പല പ്രാവശ്യം മനസാക്ഷി നോ പറഞ്ഞിട്ടും പാപത്തിൽ തുടർന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പ്രത്യേകം പറയുന്നു, ഈ ലോകവുമായി അനുരൂപപ്പെടരുത്. അനുരൂപപ്പെട്ടാൽ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. നൈമിഷിക സുഖങ്ങളോട് നാം വിട പറയുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ, വഷളത്വങ്ങൾ, സുഖങ്ങൾ, ഇതിനോട് ഗുഡ് ബൈ പറയുവാൻ നാം തയ്യാറാകുകയാണെങ്കിൽ നിത്യമായി നിലനിൽക്കുന്ന ആ നിത്യ സന്തോഷം, കർത്താവിനോടൊപ്പമുള്ള നിത്യത നമുക്ക് പ്രാപിക്കുവാൻ ഇടവരും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തോട്, ഈ ലോകത്തിലെ മാലിന്യങ്ങളോട്, പാപസ്വഭാവങ്ങളോട്, അശുദ്ധ ജീവിത രീതിയോട്, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ജീവിത അനുഭവങ്ങളോട് നമുക്ക് വിട പറയാം. കർത്താവ് വരാറായി. അവിടുത്തെ ആ കാലൊച്ച എൻ്റെ വാതിൽ പടിക്കൽ ഞാൻ കേൾക്കുന്നു. അതെ, പ്രാണപ്രിയൻ ഏത് സമയവും നമ്മളെ ചേർക്കുവാൻ
എത്തും. അപ്പോൾ ആത്മാവ് നഷ്ടമാകാതെ അവിടുന്ന് നമുക്കായി ഒരുക്കുന്ന നിത്യതയിലേക്ക് കടന്നു പോകുവാൻ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുക. എവിടെയെങ്കിലും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ തടസ്സമായി ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ ഏറ്റുപറ, ഉപേക്ഷിക്കുക. യേശു കർത്താവിനോട് ഒത്തുള്ള ജീവിതത്തിനായി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനെ ആഴമായി സ്നേഹിക്കുക. ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാൾ അധികമായി ഏത് സമയവും അഴിഞ്ഞു പോകുന്ന, ഏത് സമയവും ഇല്ലാതായി പോകുന്ന ലോകത്തിലെ സകല സന്തോഷങ്ങളെക്കാളും ആഘോഷങ്ങളെക്കാളും ഈ ലോക ബന്ധങ്ങളെക്കാളൊക്കെ അധികമായി യേശുവിനെ സ്നേഹിക്കുവാൻ ഒന്ന് തീരുമാനിക്കാമോ? ഈ ലോക ജീവിതത്തിൽ നാം തീരുമാനിക്കണം, നാം എന്ത് പ്രാപിക്കണം. നിത്യത വേണോ? കർത്താവിനോടൊത്തുള്ള നിത്യ സന്തോഷം വേണോ? പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വരവിന് ശേഷം നമുക്കത് തീരുമാനിക്കുവാൻ സാധ്യമല്ല. അഥവാ നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ നിത്യത എങ്ങനാകും എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധ്യമല്ല. ഇപ്പോൾ ജീവനോടെ ഇരിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന ഈ നിമിഷം ദൈവസാന്നിധ്യത്തിൽ മുട്ടുമടക്കി ഒരു കാര്യം തീരുമാനിച്ചേ, എനിക്കായി ഒരു വ്യവസ്ഥയും കൂടാതെ മരിച്ച എൻ്റെ പ്രാണപ്രിയനോടൊപ്പം എനിക്കെൻ്റെ നിത്യത ആയിരിക്കണം. എൻ്റെ കർത്താവിൻ്റെ മാർവിലായിരിക്കണം എൻ്റെ നിത്യവാസം. അതിന് തടസ്സമായി ഈ ലോകമോ ലോകത്തിലുള്ള ഒന്നിനെയോ എനിക്ക് വേണ്ട. യേശുവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വാഴണമേ. ആ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ച് കളയാതെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കാതെ അങ്ങയോട് ചേർന്നായിരിക്കാൻ ഓരോ നിമിഷവും അവിടുന്ന് എന്നെ ബലപ്പെടുത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? അതേ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമായി ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്, നിത്യത അത് നഷ്ടപ്പെടുന്നതൊന്നും വേണ്ട. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ MV ചാക്കോ, ആ പാസ്റ്റർ അങ്കിൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറിലും നിത്യത എന്ന വാക്ക് പറയുക, നിത്യത എന്ന് പറയുക. ആയതുകൊണ്ട് നിങ്ങൾ ആ നിത്യതയെക്കുറിച്ച് ഓർക്കും. പാപസ്വഭാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ അത് നിങ്ങളെ സഹായിക്കും. അതേ പ്രിയപ്പെട്ടവരെ, അഴിഞ്ഞു പോകുന്നതൊന്നും വേണ്ട, നൈമിഷികമായതൊന്നും വേണ്ട. നിലനിൽക്കുന്ന നിത്യത, കർത്താവിനോടൊത്തുള്ള നിത്യവാസം, അതിനായിട്ട് നമുക്കൊരുങ്ങാം. അതിനെന്തെല്ലാം ചെയ്യണം അതെല്ലാം ചെയ്ത് വചനം പ്രമാണിച്ച് എന്തിനേക്കാൾ അധികം കർത്താവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ച ഈ ഗൗരവമേറിയ വചനത്തിനായി നന്ദി. അതെ, ഞങ്ങളെ ലോകവുമായി അനുരൂപപ്പെടാതെ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന നിത്യതയ്ക്കായി ഒരുങ്ങിക്കാത്തിരിപ്പാൻ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്താ മണ്ഡലത്തെ അവിടുത്തെ വചനത്താൽ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ, ഞങ്ങളുടെ പഞ്ച ഇന്ദ്രിയങ്ങളെ എല്ലാം അങ്ങ് ശുദ്ധീകരിക്കണമേ. ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ആ നിത്യതയെ ഉറപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ നിന്ന് പോകല്ലേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുന്ന ഹോളി സ്പിരിറ്റ് അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയർ ആരും നഷ്ടമാകാതെ നിത്യത അവകാശമാക്കുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് സഹായിക്കണം. വി ലവ് യു ലോർഡ്. ഞങ്ങൾ അങ്ങയെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അങ്ങയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു നാഥ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ബ്ലെസ് ചെയ്യുന്നു. മഹത്വപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, പാപത്തോട് എതിർത്ത് നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമാണ്. ജോസഫ് പാപത്തോട് എതിർത്ത് നിന്നു, പ്രലോഭനങ്ങളെ ജയിച്ചു. കാരണം താൻ ദൈവാത്മാവുള്ളൊരു മനുഷ്യനായിരുന്നു. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം തരും. പരിശുദ്ധാത്മാവിൻ്റെ സഹായം എപ്പോഴും തേടുക. അവിടുന്ന് ശരിയേത് തെറ്റേതെന്ന് നമുക്ക് ബോധ്യം തരും. അവിടുന്ന് പറയുന്നത് അനുസരിക്കുക, അതിൻ പ്രകാരം മുന്നോട്ട് പോകുക. നിത്യത മറക്കരുത്. ബ്ലെസ് യു.